ഇട്ട് നോക്കാം, ഡ്രസ് ഇട്ട് നോക്കാം. എനിക്ക് ഓരോ ഡ്രസ്സ് ചേർത്തില്ല അല്ലേ? ഉണ്ടല്ലോ. ടീനെ നീ വിളിച്ച പാടി മറ്റേ ലോൺ എടുത്ത് തരാം, അത് ബാങ്കാണ്, അല്ലാണ്ട് നിന്റെ വീടൊന്നും അല്ല. ആ നമുക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്ത് ഇപ്പൊ തന്നെ അവിടെ നിന്ന് പുറത്തിറങ്ങിട്ടെ വല്ല പലിശക്കാരെ കണ്ടിട്ട് ഒരു 2 ലക്ഷം രൂപ അത്യാവശ്യമാണെന്നും പറഞ്ഞ് ഒന്ന് സോപ്പിട്ട് നോക്കിയാ. എന്തായാലും പലിശയല്ലേ. ആ ആ എന്തായാലും അതും കൊണ്ടേ വരാൻ പാടില്ല. അമ്മന്റെ കാര്യം അറിയാലോ. ആ നോക്കിട്ട് വിളിക്ക്. ശരി ശരി. എന്താടി എടി നീ ആരെടുത്തെങ്കിലും വിളിച്ചിട്ടെ ഒരു 2 ലക്ഷം രൂപ കടം കിട്ടുമെന്നൊന്ന് ചോദിച്ചു നോക്കൂ. നീ എന്റെ പോതിച്ചാరు നീ ഓളെ തമാശ പറയുന്നത്. പോയെ പോയെ പോയെ. എടി ഞാൻ തമാശ പറയല്ല, നമ്മുടെ അമ്മാവന്റെ ഓപ്പറേഷന്റെ കാര്യത്തിന് വേണ്ടി ഞാൻ ചോദിക്കുന്നത്. ചോദിക്കൂ. നമുക്ക് തങ്കപ്പ മില്ലയുടെ മുതലാളി എടുത്ത് ചോദിച്ചാലോ? പുള്ളി എടുത്താ? പുള്ളിയുടെ നമ്പർ നമ്മുടെ കയ്യിലുണ്ടോ? ഇല്ല. അത് മാത്രല്ല പുള്ളി ഇപ്പൊ അമേരിക്കയിലേക്ക് പോയില്ലേ. ചേടാ ഇനിയിപ്പോ എന്ത് ചെയ്യും നമ്മള്? നീ നിന്റെ ഫ്രണ്ട്സിന്റെ അടുത്തോ കൂട്ടുകാരുടെ അടുത്തോ വേറെ ആർക്കും ചോദിച്ചു നോക്ക്. ആ എന്റെ പരിചയത്തിലേ അതിന് ആപ്റ്റായിട്ട് ഒരാളുണ്ട്. ആണോ? പുള്ളിയുടെ മോളെ നല്ല രീതിയിൽ കല്യാണം കഴിച്ചു കൊടുക്കാൻ വേണ്ടി കുറെ സ്വർണ്ണവും പണമൊക്കെ ഇങ്ങനെ ശേഖരിച്ച് വെച്ചേക്കുവാ. മതി അങ്ങനെ കറക്റ്റ് നീ ചോദിക്കും. അയ്യടി ഐഡിയ. പക്ഷേ പുള്ളി പൈസ തന്നെങ്കിലേ നീ വിചാരിക്കണം. നിന്റെ അച്ഛൻ നിനക്ക് എന്റെ തന്നെ കിട്ടിയോളോ? ചാരു നീ ചുമ്മാ നമ്മളുള്ള ഫ്രണ്ട്ഷിപ്പോട് നീ കളയിൽ കേട്ടല്ലോ. എന്താണ് പൈസയുടെ കാര്യം പറഞ്ഞപ്പോ ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യം? അമ്മാവന് വേണ്ടിട്ടാണ്, വേറെ ആർക്കും അല്ല. എന്റെ ചെലവിന് വേണ്ടിട്ടല്ല ഞാൻ ചോദിച്ചത് നിന്റെ അടുത്ത്. എന്റെ ചാരു എന്റെ തന്തയാണ് ഞാൻ പറയല. ലോകത്ത് ഇതുപോലൊരു പിശുകനെ ഞാൻ കണ്ടിട്ടില്ല വേറെ. അയ്യോ നീ നിന്റെ അച്ഛനെ പറ്റിയാടി പറയുന്നേ? പിന്നെ എന്റെ അച്ഛനെ പറ്റി നാട്ടുകാരുടെ തന്തയെ പറ്റി എനിക്ക് പറയാൻ പറ്റുമോ? നിനക്കൊരു കാര്യം അറിയാവോ? സ്വന്തം മോളെ ഞാൻ 10ാം ക്ലാസ് ജയിച്ചപ്പം അച്ഛാ ഒരു സൈക്കിൾ വാങ്ങിച്ചു തരാൻ ചോദിച്ചു. ഇടി അതിന്റെ പേര് അങ്ങാരെ അടുത്ത് 2 വർഷം മിണ്ടാതിരുന്നു. ആ സത്യം. അതും പോട്ടെ, അങ്ങാരുടെ ഒടുക്കത്തെ പിശു കാരണം എന്നെ അങ്ങാര് മലയാളം മീഡിയത്തിൽ പഠിപ്പിച്ചത്. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിച്ചായിരുന്നു ഞാൻ ഇപ്പൊ എപ്പോഴേ നല്ല അടിപൊളിയായിട്ട് ഇന്റർവ്യൂ ഒക്കെ പാസ് ചെയ്ത് അങ്ങ് UK ഇരുന്ന ആഷ് പൂഷ് ഇംഗ്ലീഷ് ഒക്കെ പറഞ്ഞോണ്ട് നടന്നോ ഇല്ല. അതാണ് എന്റെ തന്നയുടെ സ്വഭാവം. സോ അങ്ങാരടുത്ത് പൈസ ചോദിക്കുന്ന കാര്യം നടക്കത്തില്ല. നീ വേറെ വല്ല വഴി ഉണ്ടെങ്കിൽ നോക്കണേ. അപ്പൊ പിന്നെ ഇപ്പൊ എന്ത് ചെയ്യും? വല്ല 10 20 അങ്ങനെ എന്റെ കയ്യിൽ നോക്കായിരുന്നു. ഇത്ര പൈസക്ക് നമ്മളിവിടെ പോവും. അല്ല നീ ഇവിടെ നിന്ന് ആലോചിക്കുവാണോ? പുറത്തോട്ടൊക്കെ പോയി ഫ്രണ്ട്സിന്റെ അടുത്ത് വേറെ ആരുടെ ചോദിച്ചു നോക്ക്. ഞാനെന്തിനു പുറത്തോണ്? ഞാനേ അല്ല എന്റെ മുന്നിൽ നിങ്ങനെ ഇറക്കാൻ നിനക്ക് നാണൊന്നുമില്ലേ? എനിക്കെന്ത് നാണം? എന്റെ 1 രൂപ ഇറക്കൽ വരെ നീ കണ്ടിട്ടുള്ളൂ അല്ലേ? പാടി എന്താണ് നിനക്കൊരു കള്ളത്തരം? അത് ജന്മന ഉള്ളതാ. നീ വന്നപ്പോ തൊട്ട് എന്ത് ഇങ്ങനെ നിക്കണത്? ചുമ്മാ നീ സാറിന് അങ്ങനെ അടങ്ങി നിക്കാറില്ലല്ലോ. നിന്ന് എന്താ കുണുങ്ങണ നീ? എന്താടി ഒളിപ്പിച്ച് വെക്കണത്? കാണിക്കണി ഉടുപ്പാ. കൊള്ളാലോടി, പുതിയതാ? ഇന്നലെ വാങ്ങിച്ചത്. വലിയ തരക്കേടൊന്നും ഉണ്ടാവില്ല. ഇപ്പോഴും നീ പോയാ പിന്നെ ഇട്ട് കാണിച്ചോളാം. പോയിട്ട് കാണിക്കടി. ഇപ്പോഴും അത്യാവശ്യമാണോ? അയ്യോ മെയിൻ പോയിന്റ് നമ്മൾ ചെയ്യാനുള്ള കാര്യം. ഇനിയിപ്പോൾ ഈ ലിസ്റ്റിൽ ഞാൻ ആരെ എടുക്കണ്ടേ? 2 പേര് ബാക്കിയുണ്ട്. ഓക്കെ. എടാ ബിബിനെ, നീയേ എങ്ങനെയെങ്കിലും ഒരു 2 ലക്ഷം രൂപ എനിക്ക് കടമായിട്ട് തരാവോ? നിന്റെ ഒരു 2000 രൂപ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് അയക്കൂ. മൊബൈലിന്റെ EMI ഇതുവരെ അടച്ചില്ല. ഫസ്റ്റ് ആരോടാണോ ഞാൻ ചോദിച്ചത്? കഷ്ടം, എല്ലാവരും എത്തിയതാണ്. ആരോട് ചോദിക്കും? ചാരു ഹായ്, കൊള്ളാലോടെ ഇത്. കള്ളാവാ? കളറൊക്കെ നന്നായി തരുന്നുണ്ട്. എടി ഞാൻ നിന്റെ ഇതിട്ടോണ്ട് ഓഫീസിൽ പോകാൻ പോന്നെ. ഇതിട്ടോണ്ടാ? നീ ഇങ്ങനത്തെ ഇട്ട് പോവാറുണ്ടോ? എടി എന്റെ ഓഫീസിലുള്ള ഒരുത്തി പറഞ്ഞേ എനിക്ക് മോഡേൺ ഡ്രസ് ചേരത്തില്ലാന്ന്. എന്നാ ഒന്ന് കാണിച്ചു കൊടുക്കണമല്ലോ, അതിന് വേണ്ടിട്ട് എടുത്തത്. ഇതിട്ടോണ്ടാണ് ഓഫീസിൽ പോകാൻ പോന്നെ. പക്ഷെ കൊള്ളാടി, നിനക്ക് നല്ല ഭംഗിയിൽ ഇപ്പുണ്ട്. അപ്പഴേ ഞാനേ റെഡി ആയിട്ട് ഇറങ്ങും. ഒന്നാമത് സമയം പോയി. കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ. ഓ ശരി. എടി ഞാൻ വിളിക്കട്ടെ. എടി നോക്കട്ടെ, തപ്പട്ടെ.
എടി നിക്ക്, ദൈവമേ, നിക്ക് നിക്ക്, എടി നിക്ക്, എടി നിക്ക്, ഞാൻ അവിടെ നിന്ന് വിളിച്ചോണ്ടിരിക്കുകയല്ലേ. എന്താ ശ്യാമേ? അല്ലേ ഇതെന്ത് പോലെ? നീ എന്തിനാ ചിരിക്കുന്നേ? അല്ല ഇതൊക്കെ കണ്ട ആരെങ്കിലും ചിരിക്കൂലേ? എവിടെ പോണേ ഇതൊക്കെ ഇട്ടോണ്ട്? ഞാൻ കുറച്ച് മോഡേൺ ഡ്രസ്സൊക്കെ ഉപയോഗിക്കുന്ന ഒരാളാ കേട്ടല്ലോ. എനിക്ക് നിന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട കേട്ടല്ലോ. എന്താ നീ കണിക്കുന്ന ചുമ്മാ? എടി മോഡേൺ ഡ്രസ് ഇട്ടോ, അതിന് കുഴപ്പമില്ല. എടി ഇട്ടാ ചേരുന്ന ഡ്രസ് ഇട്ടല്ലേ കാണാൻ ഒരു ഐശ്വര്യം ഉള്ളൂ. ഇത് ശ്യാമ എനിക്ക് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ടല്ലോ. ഇത് നന്നായിട്ട് ചെയ്തെന്ന് എനിക്കറിയാം കേട്ടല്ലോ. വന്നതോ കളിയാക്കാനെ കൊണ്ട്. ഞാൻ പോവാ. അല്ല അത് നിക്കേ, ഞാൻ അതല്ല ചോദിക്കാൻ വന്നേ. ഞാൻ നിനക്ക് മെസ്സേജ് അയച്ചിട്ട് അതിന് റിപ്ലൈ ഇല്ല. വിളിച്ചാ എടുക്കത്തൂല്ല. എന്ത് സംഭവം? എന്ത്? അതെന്താ നിനക്ക് അറിയത്തില്ലേ? എനിക്കറിയെങ്കിൽ ഞാൻ ചോദിക്കൂ. എന്നാ നീ അറിയണ്ട. തീർന്നില്ലേ പ്രശ്നം? എടി നീ കാര്യം പറയും. കണ്ടോ, കാര്യം പറയുന്നപ്പോ നിനക്ക് ദേഷ്യം വരുന്നോ? നിനക്ക് സങ്കടം വരുന്നോ? സങ്കടം വരുന്നു. ഇതേ ഫീലിങ്സ് തന്നെ എനിക്കുള്ളത്. വാട്സപ്പിൽ ഞാൻ കാണാതെ നീ മെസ്സേജ് ഡിലീറ്റ് ചെയ്യുമ്പോ ഞാൻ നിന്നോട് ചോദിക്കല്ലോ, എടാ എന്താന്ന്. അപ്പൊ നീ വല്ലതും പറയോ? ആ ഫീലിങ്സ് തന്നെയാണ് എനിക്ക് ഇതുപോലെ ഉള്ളത് കേട്ടോ. എടി ഇതൊക്കെ ഇത്ര സിമ്പിൾ കാര്യത്തിന് നീ ഇങ്ങനെ ദേഷ്യപ്പെടേണ്ട കാര്യമുണ്ടോ? ശ്യാമ, ഇതിപ്പോ നിനക്ക് സിമ്പിൾ ആയിട്ട് തോന്നും. ഇപ്പൊ നീ ഇതൊക്കെ എന്റെ അടുത്ത് ഹൈഡ് ചെയ്യുന്നു. കല്യാണം കഴിഞ്ഞിട്ട് നീ ഇതുപോലെ എന്തൊക്കെ കാര്യം ചിലപ്പോ ഹൈഡ് ചെയ്യും. പറ. നീ ചുമ്മാ ഈ ചെറിയ വാട്സാപ്പിന്റെ കാര്യം പറഞ്ഞ് ഒരുമാതിരി റിലേഷൻ കൊളാക്കുന്ന രീതിക്കൊന്നും നിക്കല്ലേ. എന്ന് പറ. എന്താ നീ ഡിലീറ്റ് ചെയ്ത മെസ്സേജ്? പറ. എടി അങ്ങനെ അത് പറയാൻ മാത്രമൊന്നുമില്ല. കണ്ടോ കണ്ടോ കണ്ടോ, ഇപ്പോഴേ ടോട്ടൽ കടത്തരം. ശ്യാമേ, നമ്മുടെ റിലേഷൻഷിപ്പിന്റെ കാര്യം എനിക്ക് ഒന്നും കൂടെ ആലോചിക്കണം. നീ എന്തോടി ആലോചിക്കണം. എന്ത് പറ്റി അവന്തിക? എന്താണ് പ്രശ്നം? നീ ഇവിടെ വെച്ചേർക്കാ? ഞാൻ ലൂക്കോസ്. ഏത് ഗ്ലൂക്കോസ് ആണെങ്കിലും ശരി, ഒരു പരിചയത്തെ എന്നെ അവന്തിക പറഞ്ഞാണ്ടല്ലോ നിന്റെ മൂക്കിടിച്ചാൻ പറ്റുന്നു കേട്ടാ. എന്താ നോക്കുന്നേ? പൊടിച്ചേർക്കാൻ നിന്നോട് ചോദിക്കുന്നത് എന്താ നോക്കുന്നേന്ന്? ഞാൻ കൊച്ചുവർക്കനല്ല. പിന്നെ എന്റെ താടി മീശ കണ്ടില്ലേ? അതിന് ഞാൻ നിന്നെ സല്യൂട്ട് ചെയ്യണോന്ന് ഒന്നേക്കൊന്ന്. അല്ല എടി ഡ്രസ് ഇട്ടോണ്ട് നടന്നുകൊണ്ടാ ഞാൻ കൊണ്ടാക്കാൻ ബൈക്കില്. ഹലോ, പെൺകുട്ടികളെ വഴി തടഞ്ഞു നിർത്തി പഞ്ചരടിക്കുന്നത് ശരിയല്ല പോ. എടാ കൊച്ചുകാർക്ക് നീ എവിടെ നിന്നാ മുളച്ചു വന്നേ? സ്കൂളൊക്കെ തുറന്ന് വെക്കേഷൻ കഴിഞ്ഞ് നീ സ്കൂളിൽ വല്ല പോടാ. എനിക്ക് സ്കൂളിൽ പോകേണ്ട കാര്യമില്ല. അതെന്ത്? 2 ഡിഗ്രി ഉണ്ട്. 2 ഡിഗ്രിയാ നിനക്കാ? നീ ഇതൊക്കെ എവിടെ നിന്ന് അടിച്ചു മാറ്റി കൊണ്ടുവന്ന? ഞാൻ അടിച്ചു മാറ്റില്ല, കഷ്ടപ്പെട്ട് പഠിച്ചതാ. കഷ്ടപ്പെട്ട് പഠിച്ചതാണല്ലേ? ഇപ്പൊ കുഴപ്പമില്ല. അല്ല നീ എന്താ അവളോട് സംസാരിച്ചോണ്ടിരുന്ന? നിനക്ക് എങ്ങനെ അറിയാവളെ? ആ കുട്ടി എന്റെ അസൈൻമെന്റ് ലിസ്റ്റിലുള്ള. എന്റെ അസൈൻമെന്റ് ലിസ്റ്റാ? എന്തോ അസൈൻമെന്റ്? സീക്രട്ടാ. സംസാരിച്ച എനിക്ക് ഭ്രാന്താ. പോടാ. എന്തോ? ഞാൻ പൊക്കോളാന്ന്. ആ ശരി ശരി. KL 01 CG 2401. എന്താണ് ഈ സൗണ്ട്? ഇത് എവിടുന്ന് കേൾക്കുന്നേ? പണ്ട് വർക്ക്ഷോപ്പിലായിരുന്നോ പണി? ഇതിനൊക്കെ ഒരു നാക്ക് ഉണ്ടെന്നേ. ഞാക്കുണ്ട. എക്സിന്റെ ഇൻവിറ്റേഷൻ സ്വീകരിച്ചാൽ ഈ പഴയ വണ്ടിക്ക് ഒരു പുതിയ വണ്ടി എടുക്കാം. നീയായിരുന്നോ? അതെ ഞാൻ തന്നെ, ലൂക്കോസ്. എന്റെ ഗ്ലൂക്കോസ്, നീ എന്താ ഞങ്ങളുടെ പുറകെ നടക്കുന്നേ? ഞാനല്ല നിങ്ങളുടെ പുറകെ വന്നത്, നിങ്ങളാണ് എന്റെ മുന്നിൽ വന്നത്. നിന്നെ ഇതിനു മുമ്പ് ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ, പിന്നെ എന്താ ഇവിടെ കിടന്ന് കറങ്ങുന്നേ? എന്റെ മിഷൻ കംപ്ലീറ്റ് ആവാതെ എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റത്തില്ല. മിഷനോ? എന്തോന്ന് മിഷൻ? നിങ്ങളാണ് എന്റെ മിഷൻ. ഞങ്ങളോ? നിങ്ങളെ എക്സ് ആർമിയിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്തില്ലെങ്കിൽ എന്റെ മിഷൻ കംപ്ലീറ്റ് ആവത്തില്ല. അതിന് ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലാന്ന് നേരത്തെ പറഞ്ഞല്ലേ. ചിലപ്പോ മനസ്സ് മാറിയാലോ? അങ്ങനെ പെട്ടെന്നൊന്നും മാറുന്ന മനസ്സൊന്നുമല്ല ഞങ്ങളുടെ. നീ ഇതിന്റെ കാര്യമൊക്കെ പോയേ. എക്സ് ആർമി ചേർന്നാൽ കൃത്യമായ ശമ്പളം, ഇൻഷുറൻസ്, വിദേശ രാജ്യത്ത് പോവാം. ടീന, നീ വണ്ടി എടുക്കുക, നമുക്ക് പോവാ. കേറിയാ? നിങ്ങൾ എന്നെ ഉടനെ വിളിക്കും. ഉടനെ ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറഞ്ഞേക്കുന്നത്. പൈസക്ക് ഞാൻ എവിടെ പോവാനാ? എനിക്കൊന്നും അറിഞ്ഞൂടാ. കിടന്നിട്ടാണെങ്കിൽ ഉറക്കം വരത്തില്ല. ഉറങ്ങിയിട്ട് ഇത്ര ദിവസമായെന്ന് അറിയാമോ? ടെൻഷൻ അടിക്കാണ്ടിരിക്കുക. നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഒപ്പിക്കാം. കൂളാവും അല്ലേ അമ്മ? അണ്ട ഞാനേ വീട്ടിലോട്ടൊന്ന് പോയിട്ട് വരട്ടെ. സൂക്ഷിച്ചു പോ. ഞാൻ അമ്മാനെ നോക്കാം. 4 മണിക്കുള്ള മരുന്നോട് ഒഴിക്കണേ. ഞാൻ വെച്ചേക്കാം. ചേട്ടാ ഞാനേ വീട്ടിലോട്ട് പോട്ടെ. വീട്ടിലോട്ട് പോട്ടെ. വീട്ടിൽ പോണെന്നാണാ? പോയിട്ട് വാ. പിന്നെ നിന്റെ അമ്മയുടെ അടുത്ത് ഇതിനെ കുറിച്ച് വല്ലതും പറഞ്ഞാ? ഇല്ല ഒന്നും പറഞ്ഞിട്ടില്ല. പറയണ്ട.
എങ്കിൽ എല്ലാരടുത്തും പറഞ്ഞുകൊണ്ട് നടക്കും കേട്ടാ. ചേട്ടാ ആ പോയിട്ട് വാ. എന്താ കാണിക്കുന്നേ? ഇങ്ങനെ അടിച്ചാലേ ചിലപ്പോ ശരിയായല്ല, അപ്പൊ പൈസ കൊടുക്കണ്ടല്ല. ഓ മണ്ടത്തരം പറയാണ്ടിരിക്കും. നമ്മളെ പോലെ പാവങ്ങൾക്ക് ഇങ്ങനെയുള്ള അസുഖമൊന്നും വരാൻ പാടില്ല. എങ്കിൽ വച്ച് അനുഭവിക്കാനേ പറ്റൂ. എന്തോ അമ്മാവാ, സത്യം. അമ്മാവാ അത് മാറും അമ്മാവാ. എന്നാടി വിഷമിച്ചിരിക്കുന്നത്? നിങ്ങൾ പോയാരെന്താ പൈസ അറേഞ്ച് ചെയ്താ? പൈസ ഒക്കെ കിട്ടും, പക്ഷെ ഭയങ്കര പലിശയാണ്. അത് മാത്രമല്ല, ഒരു മാസത്തിനുള്ളിൽ മുതൽ തിരിച്ചു കൊടുക്കുകയും വേണം. ഒരു മാസം കൊണ്ട് 2 ലക്ഷമൊക്കെ നമ്മൾ ഇങ്ങനെ തിരിച്ചു കൊടുക്കൂടി. അതെന്തായാലും നടക്കില്ലടി. ഇപ്പൊ അടുത്ത പരിപാടി എന്താ? ചാരു, നീ ദേഷ്യപ്പെടത്തില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. ഞങ്ങള് വരുന്ന വഴിക്ക് ആ ലൂക്കോസിനെ കണ്ടായിരുന്നു. എക്സിന്റെ ഓഫർ ഇപ്പോഴും ഉണ്ടെന്നാണ് അയാൾ പറയുന്നത്. എടി നമ്മളെങ്ങനെ അത് ഓഫർ സ്വീകരിക്കുന്നത്? അയാൾ ഇനി തരുന്ന അടുത്ത ടാസ്ക് എന്താന്ന് പോലും നമുക്ക് അറിയില്ല. അത് അയാളോട് തന്നെ ചോദിച്ചാൽ പോരെ എന്താന്ന്. ഇനി അമ്മാവന് ഈ ഗതി വന്നത് അയാൾ കാരണം, അത് മറക്കരുത്. എടി അതാ ഞാനും ആലോചിക്കുന്നത്. നമുക്ക് കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം ഇറക്കിച്ചാലോ? എന്ന് വെച്ചാ അതായത് അവരുടെ കയ്യിൽ നിന്ന് തന്നെ ക്യാഷ് മേടിച്ചിട്ട് അമ്മാവിന്റെ സ്ഥലത്ത് നടത്തുക, ഓപ്പറേഷൻ നടത്തുക. ഞാനും ആലോചിച്ചിട്ട് ആ ഒരു വഴിയെ കാണുള്ളൂ ചാരു. ശരിയാവോ? ശരിയാവും, അതേ മാർഗമുള്ളടി. എന്തായാലും അവന്തിയും കൂടി വരട്ടെ, നമുക്ക് അവളോടും കൂടി ചോദിച്ചിട്ടൊരു ഡിസിഷൻ എടുക്കാം. നേരം പരപരാ വെളുത്തു തുടങ്ങി. അപ്പോഴാണ് അളിയാ, അതെ നില്ല്. ഞാനേ ഒരാളിനെ കാത്തിരിക്കുകയായിരുന്നു. അവനൊരു കഥ എഴുതി, അതൊന്ന് പറഞ്ഞ് കേൾപ്പിക്കണം. ഒരുത്ത എന്നെ വിളിച്ചിട്ട് ചോദിച്ച് കഥാപ്രസംഗം എഴുതി കൊടുക്കുമെന്ന്. അല്ല, ഞാൻ പറയുന്നൊന്ന് കേക്ക്. അല്ല, ഞാൻ പറയണം, നീ ഒന്ന് കേളടെ, ഞാൻ പറയട്ടെ. നിനക്ക് എന്ത് കുഴപ്പം തരും? അപ്പോൾ കഥാപ്രസംഗം എഴുതുമെന്ന് ചോദിച്ചു. എനിക്കറിയാമല്ലോ നമ്മളെല്ലാ പരിപാടിയും എടുക്കുന്നു, പക്ഷേ എനിക്ക് ടച്ച് വിട്ടിരിക്കുന്നു കഥാപ്രസംഗത്തിൻ്റെ. അപ്പോൾ ഞാൻ അവൻ്റെ പറഞ്ഞ് ഞാൻ കഥ എഴുതി തരാം, സെറ്റാക്കി തരാം, ഉള്ളത് തന്നാൽ മതി. അതൊന്ന് പറയാം, നീ അത് കഥാപ്രസംഗത്തിൻ്റെ റൂട്ടാണെന്നൊന്ന് കൊള്ളാമോ ഇല്ലേന്ന് പറഞ്ഞാൽ മതി. നിനക്ക് അത്ര ബോധമൊന്നും ഇല്ലെന്ന് എനിക്കറിയാം. ഞാൻ പറയുന്ന കഥ നിന്റെ സ്ഥിരം പരിപാടിയാണ്. നീ ഇവിടെ വന്നിട്ട് നീ പറയും, ഞാൻ മിണ്ടാതിരുന്ന് കേൾക്കും. ഇനി ഞാൻ പറയണം, നീ കേള്. പറഞ്ഞാട്ടാ. രംഗം 1. വെള്ളയാണി എന്ന് പറയുന്ന അതിസുന്ദരമായ ഗ്രാമം. പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടൊന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ. ആ പാട്ട് അവിടെ അങ്ങനെ പോകും. അത് കഴിയുമ്പോൾ വെള്ളയാണി കായലിലൂടെ തോണി തുഴഞ്ഞ് വരികയാണ് നമ്മുടെ കഥാനായികയുടെ അച്ഛൻ ഷാജി. കഥികനല്ല കലാകാരനല്ല ഞാൻ, തോണി തുഴയും ഷാജിയാണിന്നു ഞാൻ. ഈ പാട്ടും പാടി അവൻ വരുന്നു. വരുമ്പോൾ നമ്മുടെ കഥാനായിക ശാന്ത ഒരു കുടവുമായി വെള്ളം എടുക്കാൻ കടവത്ത് നിൽക്കുകയാണ്. ശാന്തയെ നോക്കി ഷാജി പാടി, ശാന്തമ്മേ ഓ എന്തടി മോളെ ഓ ബോ കൊടവുമായി കായലിനരികെ എന്തിന് വന്നു, എന്തരന് വന്നു എന്ന് ചോദിക്കുമ്പോൾ അച്ഛാ ഞാൻ എന്തിങ്ങനെ ഇരിക്കുന്നു? കഴിഞ്ഞ ഒരു എക്സ്പ്രഷൻ ഇത് കൊള്ളാമോ ഇല്ലെന്ന് അവന് എനിക്ക് പറയണം അവൻ്റെ. അതെ, അളി എന്തൊക്കെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവണില്ല. ഞാൻ പറയുന്നത് കേക്ക്. കേക്കല്ല ബദാം. എടാ ഇത് കഥ, എൻ്റെ കഥ. അതെ, കഥാപ്രസംഗം. അളിയൻ പറയണതൊന്നും എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. എന്റെ ചെവി രണ്ടും അടിച്ചു പോയി. ചുമ്മാ അല്ല, അങ്ങോട്ട് നോക്ക്, പറയുന്നത് കേക്ക്. നീ അഭിനയിക്കാന്ന് വേണ്ട. നീ കഥ കൊള്ളാമോ ഇല്ല? ആ, അപ്പോഴെന്നെ പൊട്ടിയത്. മറ്റേ സാധനം ഉണ്ടാക്കിയില്ലേ, മറ്റേ ഇങ്ങനെ കീക്കി കേക്കണ സാധനം, അത് ഉണ്ടാക്കിയപ്പോ വയറ് മാറിപ്പോയി. അപ്പൊ പൊമ്മന്ന് പൊട്ടി ചെവി രണ്ടും പോയി. ഇന്ന് കേട്ടൂടാ. ആശുപത്രി പോയി ഡോക്ടറെ അടുത്ത് പോയപ്പോ ഓപ്പറേഷൻ ചെയ്യണം, പൈസ വേണോന്ന് പറഞ്ഞ്. കൊള്ള തന്നെ നീ പറയണം. ആ, അവിടെ തന്നെ
ഉള്ളത് തന്നെ നീ പറയുന്നത്. ആ തന്നെ പൊട്ടി പൊട്ടി കേട്ടൂടാ. ഭയങ്കരമായിട്ട് പറഞ്ഞ ചെറുതായിട്ട് കേക്കാം. കേട്ടൂടെ? കേട്ടൂടാ കേട്ടൂടാ. എടാ, ആ ഏ? ആ ആ ആ ആ ഈ ഏ? ഈ എടാ, ആ ആ ആരെ ആരെ എന്റെ കുഞ്ഞമ്മ. എടാ ശരിക്കും പോയാ ചെവി പോയാ? കേട്ടൂടെ ഇപ്പൊ? പോയി അവിടെ പോയി ഓപ്പറേഷൻ ചെയ്യാം. പൈസ വേണം പൈസ. എടാ പൊന്ന് ചക്കരെ, നിനക്ക് ഈ ഗതി വന്ന എന്ന് സംഭവം? എന്ന് 2 ദിവസമായി. 2 ദിവസമായ? ആ കണ്ടിട്ട് ഇതൊന്നും കാണാനില്ലല്ലോ. ആ ഒന്നും കണ്ടുകൂടല്ലോ. ഒന്നും ചെവിയിൽ കുഴപ്പമൊന്നും കാണുന്നില്ലല്ലോ. 2 എണ്ണം ഉണ്ടല്ലോ. അകത്ത് 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 അകത്താ? ആ എന്തൊരു കിഴങ്ങുണ്ടാക്കിയ നീ? എന്തൊരു ഈ സാധനം നീ ഉണ്ടാക്കിയത്? എന്തോന്ന് സാധനം ഉണ്ടാക്കിയ? അമിട്ട കീക്കി മിഷൻ കീക്കി മിഷൻ. ഭ്രാന്താടാ എനക്ക്. പറ്റണ പണി ചെയ്താ പോരെ. പറ്റിപ്പോയി. പൈസ വല്ലതും ഉണ്ടാ? പൈസ എന്തായിരുന്നേ? ഓപ്പറേഷൻ ചെയ്യാൻ അതിനാണ് വന്നത് ഞാൻ. ഇറങ്ങടാ നാറി പുറത്ത്. ഓ മോളില് ഒരാള് കണ്ടോണ്ടിരിപ്പുണ്ട്. എന്റെ പോക്കറ്റിൽ പൈസ ഇല്ലെന്ന് പുള്ളിക്ക് അറിയാം. നോക്കിക്കോ. എന്നെ പറഞ്ഞയച്ചില്ല ഇങ്ങനെ ചീത്ത വിളിച്ച്. ആ. 2 ചെവിയും പൊട്ടും. ഞാൻ നോക്കിക്കോ. പ്രാർത്ഥിക്കാം. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പിന്നെ നീ ഇത്ര ഒച്ചത്തിൽ കീറി ആരെ പറയേ? പോട്ടെ. താങ്ക്സ്. എടി ഇതേത് ഡ്രസ്? നീ ഇതിട്ടിട്ടല്ലോ പോയത്? അയ്യോ ഒന്നും ഓർമ്മിപ്പിക്കില്ലേ, പിന്നെ സംസാരിക്കാം. എടി സെറ്റായിരുന്ന ഷൈൻ ചെയ്താ നീ എല്ലാരും ഫ്രണ്ട്? ദൈവമേ, നീ അത് ഓർമ്മിപ്പിക്കാൻ നമുക്ക് പിന്നെ സംസാരിക്കേണ്ടി പറഞ്ഞില്ലേ? ചേടാ ഇതെന്താ ഇത്ര ക്ഷീണം നിനക്ക്? ക്ഷീണവേ ഉള്ളൂ. തൽക്കാലം നീ ഒന്ന് മിണ്ടാതിരിക്കൂ ചാരു. ചാരു അവന്തി വന്നല്ലോ, ഇനി നമുക്ക് കാര്യം അവതരിപ്പിക്കാലോ. ആ എന്ത് കാര്യം പറഞ്ഞോ? എടി ഞാൻ നിന്റെ അടുത്ത് നേരത്തെ പറഞ്ഞില്ലേ അമ്മാവന്റെ ഓപ്പറേഷൻ ചെയ്യാനുള്ള പൈസയുടെ കാര്യം? അതിന് ഞങ്ങൾ പല വഴി നോക്കിയടി, എവിടൊന്നും സെറ്റ് ആവണില്ല. അപ്പോഴേ ഇവരൊക്കെ കൂടി ഒരു സജഷൻ പറഞ്ഞു. എന്ത് സജഷൻ? നമ്മുടെ എക്സ് ഇല്ലേ, പുള്ളിയുടെ അടുത്ത് ചോദിച്ച് പൈസ വാങ്ങിച്ചാലോ? അയാള് പൈസ ഇറങ്ങി നമുക്ക് വാങ്ങിക്കാം. അമ്മാവന്റെ ഓപ്പറേഷൻ എങ്ങനെയെങ്കിലും ചെയ്താൽ പോരെ നമുക്ക്? ഓക്കെ ആണോ? ഞാൻ ഓക്കെ. അതിപ്പോ എന്താ പ്രശ്നം? പക്ഷെ ഒരു പ്രശ്നമുണ്ട്. അയാളങ്ങനെ വെറുതെ കാശരത്തില്ല. പിന്നെ അയാൾ തരുന്നൊരു ജോലിയുണ്ട്, ആ ഡീല് നമ്മൾ ഏക്കണം. എന്ത് ഡീല്? അത് ഒക്കെ അയാളുടെ ഏജന്റിന് മാത്രമേ അറിയത്തുള്ളൂ. ഏജന്റ് പറയോടി? എടി അപ്പോൾ ആക്ച്വലി ഞങ്ങളുടെ സംശയം എന്താന്ന് വെച്ചാ ഇതൊക്കെ ഞങ്ങൾ ഏറ്റെന്ന് വെച്ചോ, ഈ സംഭവം പുള്ളിയെടുത്ത് പറഞ്ഞെല്ലാം സെറ്റാക്കിയെന്ന് വെച്ചോ, നീ ഞങ്ങളുടെ കൂട്ട് നിൽക്കുവോ? അതെന്താട്ടി അങ്ങനെ ഒരു ടോക്ക്? എടി നമ്മുടെ അമ്മാവന്റെ കാര്യത്തിൽ നമ്മളല്ലേ ഫ്രണ്ട് നിൽക്കേണ്ടത്. ഞാൻ എന്തെങ്കിലും കൂടെ ഉണ്ടാവും. യെസ്, അപ്പൊ സെറ്റ്. അത് സെറ്റ്. ഈ ഡീല് ഏറ്റെടുക്കുന്നു. അപ്പൊ നമ്മൾ ആ ഡീലിൽ പൈസ സെറ്റ് ആക്കും അല്ലേ? ഇനി നീ പറ മോളെ, നീ എന്തിനീ വേഷം മാറിയത്? അത് പിന്നെ അത് വലിയൊരു കഥയാടി ചാരു. എന്നാ നീ ഷോർട്ടാക്കി പറ. പറയട്ടെ? എടി ഞാൻ ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് കുറച്ചങ്ങ് ദൂരം പോയപ്പോഴേ ഒരു പട്ടി എന്റെ പുറകെ വന്ന്. ഞാൻ അതിനെ കണ്ട് പേടിച്ച് ഓടിയതാ. ഉടുപ്പിന്റെ സ്റ്റിച്ച് വിട്ട്. എടി എവിടത്തെ? ബൈക്കിലത്തെ. പിന്നെ ഞാൻ ഒരു വാടകയിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത്. എന്നിട്ട് ഞാൻ ഷ്യാമിനെ വിളിച്ചു വരുത്തി ഞങ്ങൾ രണ്ടും കൂടെ ഒരു ടെക്സ്റ്റൈൽസിൽ പോയിട്ട് അവനെ എനിക്ക് ടോപ്പ് വാങ്ങിച്ചു വന്നത്. എന്റെ അമ്മേ, എടി മാനം പോവാണ്ട് സെറ്റായല്ലേ? ആ വാഴയിൽ ഇല്ലായിരുന്നെങ്കിൽ ജസ്റ്റ് മിസ്സടി.